ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് ഗൗരി ലക്ഷ്മി. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് ഗൗരി ലക്ഷ്മി എന്നുള്ളത്. മുറിവെന്ന പാട്ടിലൂടെ ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി ലക്ഷ്മി എന്നുള്ളത്. ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ ഇതിലെന്തോ ഇംപ്രോപ്പർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇതെല്ലാം ഗൗരിയുടെ ട്രോമകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഈ പാട്ടിനെ പലർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ് അയാളുടെ ഫ്യൂച്ചറിലേക്ക് നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ് അത് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു മുറിവായിട്ട് തന്നെ അവശേഷിക്കും എന്നുള്ളതാണ്. സോ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് കേസസ് ഉണ്ട്. കേൾക്കുമ്പോൾ ഭയാനകമായിട്ടുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള കേസുകൾ. അതായത് സ്വന്തം അച്ഛനിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടി, അതുപോലെ തന്നെ സ്വന്തം സഹോദരനിൽ നിന്ന് സെക്ഷൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടി, അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് മറ്റു ബന്ധുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും എന്ന് മാത്രമല്ല മതപഠന കേന്ദ്രത്തിൽ നിന്ന് വരെ സെക്ഷൽ അബ്യൂസ് നേരിട്ട പെൺകുട്ടികളെ എനിക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസ് നേരിട്ട ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്. ഇത്തരം അബ്യൂസ് ഉണ്ടായവർക്ക് ആ അബ്യൂസിനെ കുറിച്ച് അവർക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുക. കാരണം അവർക്ക് തന്നെ ഒരു പേടി ഉണ്ടാകും. ഇത് അവരുടെ മനസ്സിൽ കടന്ന് നീറിപ്പോകുന്നുണ്ടാകും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർ ഇത് ആരോടെങ്കിലും പറയുന്നത്. ഇതാണ് മിക്ക കേസുകളിലും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗൗരി ലക്ഷ്മിക്ക് BPDയും OCPDയും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവയെന്നുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. ഇത് വളരെ മാരകമായിട്ടുള്ള ഡിസോർഡേഴ്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്. സോ ഈ ഡിസോർഡേഴ്സ് ഈ വ്യക്തിയിൽ ഉണ്ടാകാൻ ഒരു കാരണം ഈ സെക്ഷൽ അബ്യൂസിൽ നിന്നുണ്ടായ ട്രോമയും അത് പിന്നെ ഫ്യൂച്ചറിലേക്ക് ഇമ്പാക്ട് ആയതുമാകാം. സോ ഗൗരി ലക്ഷ്മിക്ക് വേണ്ടത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ്. സോ ഒരാളെ പരിഹസിക്കുന്നതിന് മുമ്പ്, ഒരാളെ ട്രോൾ ചെയ്യുന്നതിന് മുൻപ്, ഒരാളെ ചവിട്ടി താഴ്ത്തുന്നതിന് മുൻപ് അയാളുടെ ലൈഫിൽ അയാൾ അനുഭവിക്കുന്ന ട്രോമകൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രോപ്പർ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അൺറിസോൾവ്ഡ് ആയിട്ട് മനസ്സിൽ കിടക്കുന്ന ട്രോമകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് തന്റെ മനസ്സ് പൂർണ്ണമായും വീണ്ടെടുക്കാവുന്നതാണ്.